ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ഐറ്റമാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇതെന്താണെന്നല്ലേ നിങ്ങൾ നോക്കുന്നത്? വേറൊന്നുമില്ല, ഒരു ഓയിലാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ മെയിൻ താരമാണ് റോസ്മേരി എന്ന് പറയുന്നത്. നമ്മളിത് പർച്ചേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു 1.5 സ്പൂണോളം കരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, അതുപോലെ ഉലുവ എടുത്തിട്ടുണ്ട്. എല്ലാം ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു മെയിൻ താരമാണ് നമ്മുടെ റോസ്മേരി, അതും അതേ ക്വാണ്ടിറ്റിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മുടെ ഈ ഒരു ഗ്ലാസ് ബോട്ടിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം നല്ല ഹെയറിന് നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ളതാണ്. കരിഞ്ജീരകം ആയാലും റോസ്മേരി ആയാലും ആൻറ്റി ഡാൻഡ്രഫ് അതുപോലെ ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണ് ഇതിൽ 3 ഇൻഗ്രീഡിയൻറ്റും. എന്നിട്ട് നമ്മുടെ കോക്കനട്ട് ഓയിലാണ്, ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ള കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മുടെ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ ഓയിലും എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പത്താക്കാം. അപ്പോൾ അടുപ്പിലാക്കുമ്പോൾ നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഫുൾ ബോയിലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാത്രത്തിൻ്റെ അടിഭാഗം തട്ടി നിൽക്കുന്ന രീതിക്ക് വേണം വെള്ളം വെക്കാനായിട്ട്. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല രീതിക്ക് മിക്സ് ചെയ്തതിന് ശേഷം 20 മിനിറ്റ്സ് നല്ല രീതിക്ക് തന്നെ ഡബിൾ ബോയിലിംഗ് ചെയ്ത് കൊടുക്കുക. എങ്കിലും അതിൻ്റെ കംപ്ലീറ്റ് എക്സ്ട്രാക്റ്റ് ഓയിലോട്ട് ഇറങ്ങുള്ളൂ. അപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിരുന്നു ക്ലോവ്. ഞാൻ അത് ഇടാനായിട്ട് മറന്നുപോയി, പിന്നീടാണ് ഇട്ടത്. അപ്പോൾ അത് ഇട്ടിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ്സ് നല്ല രീതിക്ക് തന്നെ ഡബിൾ ബോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഓയിൽ തണുക്കാനായിട്ട് മാറ്റാം. തണുത്തതിന് ശേഷം നമുക്കൊരു ഗ്ലാസ് ബോട്ടിലിൽ വേണം സൂക്ഷിക്കാനായിട്ട്. നമുക്കിത് ഓയിൽ സെപ്പറേറ്റ് ചെയ്ത് ഗ്ലാസ്സിലോട്ട് ആക്കണമെന്നില്ല. നമുക്ക് ഇതിലെ എല്ലാ ഇൻഗ്രീഡിയൻസും മൊത്തത്തിൽ നമുക്കെന്ത് ആ ബോട്ടിലോട്ട് മാറ്റാവുന്നതാണ്. നമുക്കൊരു 3 ഡേയ്സ് കഴിഞ്ഞിട്ട് യൂസ് ആക്കുന്നതായിരിക്കും നല്ലത്. എങ്കിലേ അതിൻ്റെ കംപ്ലീറ്റ് എക്സ്ട്രാക്റ്റ് ഇറങ്ങുള്ളൂ. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഡെയിലി നമുക്കൊന്ന് 1 അവർ വെയിലത്തൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും. വെച്ചില്ല എന്ന് പറഞ്ഞാൽ യാതൊരു പ്രശ്നവും ഇല്ല. എസൻഷ്യൽ ഓയിൽ ആയതുകൊണ്ട് തന്നെ ഗ്ലാസ് ബോട്ടിൽ തന്നെ മാക്സിമം സൂക്ഷിക്കാൻ നോക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ കളർ വരുന്നത്. ഈ ഒരു കളറിലായിരിക്കും വരുന്നത്. ഡേ ബൈ ഡേ കളർ ചേഞ്ച് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ കാണാം.